ശ്രീമദ് ഭാഗവതം ക്ലാസ് 129 സ്കന്ധം 6. ഇത് 10ാമത്തെ അധ്യായമായിട്ട് വജ്രായുധ നിർമ്മാണവും ദേവാസുര യുദ്ധം. വജ്രായുധം, വജ്രം കൊണ്ടുള്ള ആയുധം ആർക്കാണ്? ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ ആരാണെന്ന് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കിയാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കേണ്ട ആ പ്രക്രിയക്ക് സയൻസ് എന്ന് പറയും, പാചകം വിധിക്കും. പക്ഷെ അത് മാത്രം പോരാ, അതിനുള്ള സാധനങ്ങൾ ഉണ്ടായാലും പോരാ. എന്ത് വേണം? നമ്മൾ അതിനെല്ലാം വേണ്ട തരത്തിൽ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുടിച്ചിട്ട് പാത്രത്തിലിട്ട് കൊടുക്കണം, എങ്കിലേ അത് സാമ്പാറാവുള്ളൂ. എന്നാൽ ആ സാമ്പാറാകുന്ന പാത്രത്തിൽ കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു സയൻസ് ഉണ്ട്. അതിൽ ചില തന്മാത്രകൾ വേർപെട്ട് വേറെ വല്ലതുമായിട്ട് കൂടിച്ചേരുന്ന് ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനം, എന്നിട്ടാണ് അത് സാമ്പാറാകുന്നത്. അപ്പം അവിടെ ഒരു ശക്തിയുണ്ട് അവയെ ഏകോപിപ്പിക്കുന്ന. ആ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ എന്താണ് അവിടെ ഏകോപിപ്പിക്കുന്നത്? ആറ്റങ്ങളെല്ലാം പൊട്ടിക്കുക, എന്നിട്ട് വേറൊരു തരത്തിൽ യോജിപ്പിച്ചിട്ടാണ് പുതിയ വസ്തു ഉണ്ടാക്കുന്നത്. ആറ്റങ്ങളെ പൊട്ടിക്കുകയല്ല, തന്മാത്രകളെ പൊട്ടിച്ചിട്ട് ആറ്റങ്ങളാക്കിയിട്ട് വേറെ തരത്തിൽ യോജിപ്പിക്കും. ഇതാണ് രാസപ്രവർത്തനങ്ങൾ. എല്ലാ പ്രവർത്തനങ്ങളും രാസപ്രവർത്തനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാണ് വെള്ളം. അപ്പോൾ വെള്ളത്തെ പൊട്ടിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും ആവും. ഹൈഡ്രജനും ഓക്സിജനും വാതകമാണ്, വെള്ളം ദ്രവമാണ്. പെട്രോൾ ദ്രവമാണ്, അത് കത്തുമ്പോൾ വാതകമാവും. വാതകമാണ് തള്ളുന്നത്, അതിന് കുറേ സ്പേസ് വേണം. അങ്ങനെയാണ് കാറെല്ലാം ചലിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തെ പൊട്ടിച്ചു കഴിഞ്ഞാൽ 2 വാതകമല്ലേ കിട്ടുമോ, ഹൈഡ്രജനും ഓക്സിജനും. അതിനെ കൊണ്ടൊക്കെ തള്ളിക്കഴിഞ്ഞാൽ പോലെ എത്ര എളുപ്പമാണ്. അപ്പോൾ പെട്രോൾ വേണ്ട, വെള്ളം മതി. വെള്ളം കൊണ്ട് കാർ ഓടിക്കാതെ വരും. പക്ഷേ ഈ വെള്ളത്തെ പൊട്ടിക്കുക എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഓക്സിജൻ ആ തന്മാത്രകളെ വേർപെടുത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ള പരിപാടിയാണ്. അപ്പം അതാണ് ഈ ഇന്ദ്രൻ. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇന്ദ്രൻ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കർമ്മം ചെയ്യണമെങ്കിൽ അത്രയും ഹാർഡായ വസ്തു വേണം, വസ്തു കൊണ്ടുണ്ടാക്കിയ ആയുധം വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം ആദ്യം കുറേ കല്ലും മണ്ണും എല്ലാം കൂടിയിട്ട് വലിയൊരു ഗോളമായി മാറി. പിന്നെ അതിനെ പൊട്ടിച്ചിട്ട് ഏഴാക്കി 7 ലോകങ്ങൾ. ഇത് ഓരോന്നിനെയും പൊട്ടിച്ചിട്ട് ഏഴാക്കി. അങ്ങനെ 49 മരുത്തുക്കൾ, അങ്ങനെയെല്ലാം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇന്ദ്രന് വേണ്ട ആയുധം തന്നെ ഏറ്റവും ഹാർഡായ. അപ്പം ഏറ്റവും ഹാർഡായ വസ്തു ഡയമണ്ട് ആയതുകൊണ്ട്, വജ്രമായതുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളെ വയറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇറച്ചിയെല്ലാം തിന്നു കഴിഞ്ഞാൽ അതിനെല്ലാം പൊട്ടിച്ചിട്ട് അലിയിപ്പിച്ചിട്ട് പലതാക്കിയിട്ടാണല്ലോ ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം പൊട്ടിക്കുന്ന ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അത് സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാകാം. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അത് പൊട്ടിക്കുന്ന വലിയൊരു പ്രവൃത്തി ആയതുകൊണ്ടാണ് അതിന് ഏറ്റവും ഹാർഡായ വജ്രം, ഇന്ദ്രൻ്റെ ആയുധം വജ്രമാണെന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് പോകാം. 1 ശ്രീ ശുകൻ പറയുകയാണ്, ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹായത്തിലാണ് ഇവർ ചെന്നത്. അപ്പം മഹാവിഷ്ണു എന്ന് പറഞ്ഞ് ദധീജിയുടെ ശരീരത്തിൽ നിന്ന് എല്ലാം എടുത്തിട്ട് വിശ്വകർമാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അയാൾ വജ്രായുധം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ വൃത്രനെ വധിക്കാം. അപ്പോൾ മഹാവിഷ്ണു ഇന്ദ്രനോട് ഇത് പറഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു? മറ്റ് ദേവതകളെല്ലാം വീഴ്ച നിൽക്കുകയാണ് ഇത് കണ്ടിട്ട്, വിഷ്ണുവിനെ കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് തിരോധാനം ചെയ്തു. ഇനി 2 അതിൻ പ്രകാരം ദേവകൾ ദിദീജിയോട് ദേഹം ആവശ്യപ്പെട്ടു. പിന്നെ ദേവകൾ അത് പ്രകാരം പറഞ്ഞു, ഇത്ര പറഞ്ഞ മറ്റേ വിഷ്ണു പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ലോക നന്മക്ക് വേണ്ടിയിട്ട് വൃത്രാസുരനെ വധിക്കാൻ വേണ്ടി നിങ്ങളെ ശരീരം വേണം, അതിൽ നിന്ന് എല്ലായിടത്തിൻ്റെ വേണം നമുക്ക് വജ്രായുധം ഉണ്ടാക്കാൻ. എന്നിട്ട് ദിദീജിയോട് പറഞ്ഞു ദേഹം തരാൻ വേണ്ടിയിട്ട്.
അപ്പൊ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും മറുത്തു പറയുന്ന ഒരു തരത്തിലൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്, അല്ലാതെ വിഷമം കൊണ്ടല്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മൂന്നില് ഉടലെടുത്തവർക്ക് മരണനേരത്ത് എന്തുണ്ടാവും? സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാവും. ആ ഉടല് വേർതെടുത്തുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ഇത്രയും വേദന സഹിക്കട്ടെ എന്നാണ് ചോദിച്ചത്. പിന്നെ 4 പറയാണ്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാണികൾക്കൊന്നൊക്കെയും സ്വന്തം ശരീരം അത്യന്തം പ്രിയപ്പെട്ടതാണ്. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്നിട്ട് ഈ ശരീരം ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് വിഷ്ണു ആവശ്യപ്പെട്ടാലും ആ ശരീരം കൊടുക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ വിഷ്ണു പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ കൊടുക്കും, എനിക്ക് ശരീരത്തോട് എത്രയും വല്ല ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തരില്ല. അപ്പൊ ദേവന്മാർ പറയുകയാണ് 5 ജീവകാരുണ്യമുള്ള, ജീവികളോട് കരുണയുള്ള, അതായത് ലോകത്തെ മുഴുവൻ രുദ്രാസുരനെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ജനങ്ങളെ രക്ഷിക്കാൻ കരുണയുള്ള വ്യക്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സജ്ജനങ്ങളാൽ പാടിപ്പുകർത്തുന്ന സൽപ്രവൃത്തിയോടുകൂടിയ, അത് ഭയങ്കര നല്ല ആളാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള സജ്ജനങ്ങളെല്ലാം പാടിപ്പുകർത്തുന്ന വ്യക്തിയാണ് ആര്? താങ്കൾ. അപ്പൊ അങ്ങനെ മഹാത്മാവായ അങ്ങയെ പോലെയുള്ളവർക്ക് ഇത് ഉപേക്ഷിക്കുന്നത് സാധ്യമല്ലാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വേദനയൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അങ്ങനെയുള്ള മഹാത്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല, അവർ ജീവിതം കൊടുക്കും. എന്നിട്ട് 6 പറയാണ്, തൽക്കാര്യം മാത്രം ചിന്തിക്കുന്നവർ അന്യന്റെ വിഷമത്തെ അറിയുന്നില്ല. സ്വന്തം കാര്യം നോക്കുന്ന സ്വാർത്ഥമതികൾക്ക് അന്യന്റെ വിഷയത്തിലൊന്നും ഒരു കാര്യമില്ല. അവർക്ക് താല്പര്യമില്ല. അവരെ വിഷമത്തെ അറിയ പോലുമില്ല. സ്വന്തം കാര്യം നോക്കുന്നവർ മറ്റുള്ളവരുടെ വിഷമത്തോ പോലും അവർ അറിയുന്നില്ല. യാചകൻ അതറിയുന്നുവെങ്കിൽ യാചിക്കില്ല. അങ്ങനെയൊരു മനുഷ്യനാണ് താങ്കളെങ്കിൽ താങ്കളോടൊന്ന് യാചിക്കുക. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരോട് ഒരു യാചകനും യാചിക്കില്ല, കാരണം ചോദിച്ചാൽ കിട്ടൂല എന്നറിയാം. പക്ഷെ താങ്കൾ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ശാന്തരായി അതറിയുന്നവർ ഇല്ല എന്ന് പറയില്ല. അതേസമയം നല്ല മനുഷ്യര് ലോക നന്മക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല എന്ന് പറയില്ല, തരും. അപ്പൊ അങ്ങനെയുള്ള ആളാണ് താങ്കൾ. അപ്പൊ ദീജ് പറയാണ് 7 നിങ്ങളിൽ നിന്നും ധർമ്മതത്വം അറിയുവാൻ ആഗ്രഹിച്ച ഞാനിതെല്ലാം പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഈ ധർമ്മരഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഏതായാലും പറഞ്ഞു നന്നായി. യഥാർത്ഥത്തിൽ ആരോടാണ്? നമ്മളോടാണ് പറയുന്നത്. ലോകനന്മക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം തന്നെ ത്യജിക്കാൻ തയ്യാറാകണം. ഇതാണ് ഈ പറഞ്ഞുകൊണ്ട് കഥയിലൂടെ നമുക്ക് ഓരോ ഉപദേശങ്ങൾ തരികയാണ്. അപ്പൊ അറിയാൻ ആഗ്രഹിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൈവിടേണ്ടുന്ന ഈ ഇഷ്ടപ്പെട്ട ശരീരത്തെ ഇതാ ഉപേക്ഷിക്കുന്നു. അപ്പം ലോകനന്മക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്രകാരം ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ്. ഇതെന്തെങ്കിലും ഒരു കാലം കളയട്ടെ എൻ്റെയാണ്, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു. 8 ഏതൊരു മഹാത്മാവ് ജീവകാരുണ്യം ഓർത്തുകൊണ്ട് നശ്വരമായ ദേഹത്തെ കൊണ്ട് ധർമ്മവും യശസ്സും നേടുന്നില്ലയോ, ഏതൊരു മഹാനായ ഒരു വ്യക്തി, മഹാനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ത് വേണം? ജീവകാരുണ്യ പ്രവർത്തനത്തിനായി, ലോകത്തിന്റെ നന്മക്കായിട്ട് ഓർത്തുകൊണ്ട് ഈ നശ്വരമായ ശരീരത്തെ, എപ്പോഴും നശിച്ചു പോകുന്ന ഒരു ശരീരത്തെ എന്തിനു വേണ്ടിയും, ധർമ്മത്തിനു വേണ്ടിയും യശസ് നേടുന്നതിനു വേണ്ടിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, അവൻ ധർമ്മത്തിനും യശസ്സിനും വേണ്ടി ഈ നിസ്സാരമായ ശരീരത്തെ ലോക നന്മക്കായി ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവന്റെ സ്ഥാനം വൃക്ഷലതാദികൾക്കും താഴെയാണ്. വൃക്ഷങ്ങൾ പോലും അതിന്റെ കൊമ്പെല്ലാം കഴിച്ചു കൊടുക്കാൻ, വൃക്ഷങ്ങളെ കൊമ്പെല്ലാം നമുക്ക് വലിയ കഴിക്കാം, വൃക്ഷം എതിർക്കൊന്നുമില്ല. വേണ്ടുന്ന വന്ന് കഴിച്ചോ, ഇല വേണോ ഇല പറിച്ചുകൊണ്ടേക്കോ, മാങ്ങ വേണം മാങ്ങ പറിച്ചുകൊണ്ടേക്കോ, തടിയടക്കം മുറിച്ചോട്ടോ മുടി പറിച്ചോ. അപ്പൊ അതിനെക്കാട്ടിയ താഴെയാണ് എന്നാണ് പറയുന്നത്. പൊതുജനത്തിന് വേണ്ടി, ലോക നന്മക്ക് വേണ്ടി നമ്മളെ ശരീരം ത്യജിക്കാൻ തയ്യാറായില്ലെങ്കിൽ. ഇങ്ങനെ ചില ഉപദേശങ്ങളാണ് തരുന്നത്. പിന്നെ 9 പറയാണ്, ഏതൊരു ജീവിയാണോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും
ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കുക, ആരെങ്കിലും അവരെ സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. ചെയ്യുന്നത് അവൻ്റെ ആ ധർമ്മപ്രവൃത്തിയെ മറ്റുള്ളവർ ആദരിച്ചാരാധിക്കും. അതാണ് ശരിയായ ധർമ്മം. മറ്റുള്ളവർക്ക് കഷ്ടമുണ്ടാകുമ്പോൾ നമുക്ക് വിഷമം തോന്നണം, മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നമ്മളും അതിൽ സന്തോഷിക്കണം. അങ്ങനെയുള്ളവരെ ജനങ്ങൾ എന്ത് ചെയ്യും? ആദരിച്ചാരാധിക്കും. കാരണം അത് ധർമ്മമായി, അതാണ് ശരിയായ ധർമ്മം. ഇനി 10 മരണത്തിലൂടെ 10 പറയാണ്, മരണത്തിലൂടെ പ്രകൃതിയിലൂടെ മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്നത്. പ്രകൃതിയിലുള്ള മനുഷ്യർക്ക് ഉപയോഗപ്രദമാകും. നമ്മൾ മരിച്ചിട്ട് പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയും തനിക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്തതുമായ ഈ ശരീരം, സ്വത്ത് മുതലായവ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് വലിയ കഷ്ടമാണെന്ന് പറയുകയാണ്. അതായത് മരണത്തിലൂടെയാണെങ്കിലും ലോകധർമ്മക്കായിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ കൊടുക്കുക. അതേസമയം ഈ ശരീരം എന്നത് നശ്വരമാണ്, ഇതിനെക്കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല. ഈ ശരീരം കൊണ്ട് മാത്രമല്ല, സ്വത്തായാലും മറ്റെന്തായാലും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ലോകനന്മക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ നിലയിൽ ചിന്തിക്കാത്ത മനുഷ്യര് ഇവിടെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയുകയാണ്. കാരണം അവര് തീരെ അക്കരെയാണ്. ഇനി 11 അഥർവ പണ്ഡിതനായ ദിതിജി മുനി ഇപ്രകാരം നിശ്ചയദാർഢ്യത്തോടെ, അപ്പൊ ദിതിജി അഥർവ പണ്ഡിതനാണ്, ടെക്നോളജിയിൽ അറിയുന്ന വ്യക്തിയാണ്. ഇപ്രകാരം നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തിട്ട് പരമാത്മാവിൽ ജീവനെ സംയോജിപ്പിച്ചു. പരമാത്മാവില് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ മനസ്സിന് പരമാത്മാവില് നമ്മുടെ അദ്ദേഹത്തിന്റെ ജീവനെ പരമാത്മാവിൽ ലയിപ്പിച്ചുകൊണ്ട് ദേഹം മേടിക്കും. 12 പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങേരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച്, പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിച്ച്, മനസ്സിനെ എന്നിവയെല്ലാം നിയന്ത്രിച്ച് ആത്മസാക്ഷാത്കാരം നേടി. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നേടിയപ്പോൾ ആ ബ്രഹ്മത്തിൽ പോയി ലയിച്ചപ്പോൾ ഈ ശരീരം പോയതുപോലും അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്ന സമയത്തേക്ക് ഈ ശരീരമായിട്ടുള്ള ബന്ധം എല്ലാം അതിന് മുമ്പേ തീർന്നിരിക്കും. നമ്മൾ പിന്നെ ആ ശരീരം അവിടെ വീഴുന്നതും നമ്മൾ അറിയുക പോലും ഇല്ല. ഇനി 13 പേരാണ്. തുടർന്ന് ദേവേന്ദ്ര ദിതിജിയുടെ അസ്ഥികൾ കൊണ്ട് വിശ്വകർമാവിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് വജ്രായുധം നിർമ്മിച്ചു. എന്താണ് ഈ വജ്രായുധം? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ദ്രന് എല്ലാം വെട്ടിയും നുറുക്കുകയെല്ലാം ചെയ്തിട്ടാണ് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവരുടെ ശത്രുക്കളെ കഴുത്ത് മുറിക്കുകയല്ലേ, അത് വെട്ടലല്ലേ. ഒരു കല്ല് വെട്ടിയാണെങ്കിൽ അവരെ വെട്ടലല്ലേ. അപ്പൊ അതിലെല്ലാം കർമ്മം പങ്കെടുക്കേണ്ടിക്ക് നല്ല മൂർച്ചയുള്ള ഹാർഡായ വജ്രം കൊണ്ടുള്ള ആയുധം വേണം. ഇത് ഏതിൽ നിന്നാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് ദിതിജിയുടെ എല്ലിൽ നിന്നും. അപ്പൊ നമ്മള് ഇതിലൂടെ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എല്ല് ശ്രദ്ധിച്ചാല് എല്ല് വളരെ ഹാർഡാണ്. അത്രയും ബലത്തിൽ കിട്ടുന്ന എല്ലിന് എന്തായിരിക്കും സ്വഭാവം? അപ്പൊ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കും, ഇതെന്തുകൊണ്ടാണ് ഈ എല്ലിങ്ങനെ ഇത്രയോ? അപ്പൊ അവർ കണ്ടെത്തുന്ന അതിലുള്ള ആറ്റങ്ങളും തന്മാത്രകളെല്ലാം വളരെ യൂണിഫോം ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ അടുക്കി ഒരു ഗ്യാപ്പും ഇല്ലാതെ, ഇടക്ക് പൊട്ടോ പൊളിവോ ഇല്ലാതെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് അത്ര ബലം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും? ഹാർഡായിരിക്കും. അങ്ങനെയുള്ള വസ്തുവാണ് വജ്രം. അതാണ് ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ. കെമിസ്ട്രിയിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ. അതിലുള്ള ആറ്റങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലില് തന്മാത്രകൾ അറേഞ്ച് ചെയ്തതുപോലെ ഒരു ചെറിയ ദാരം പോലും ഉണ്ടാവില്ല.
അതിനാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ധാരം എല്ലിലുണ്ടെങ്കിൽ അവിടെ വെച്ച് പൊട്ടിക്കളയും. അല്ലെങ്കിൽ എല്ലിൻ്റെ ഒരു നാല് കുറച്ച് തടിച്ചതായി പോയെങ്കിൽ അവിടെ വെച്ച് പൊട്ടിക്കളയും. ഒരു യൂണിഫോം ആയിരിക്കും. അതുമാതിരി ക്രിസ്റ്റലൈൻ വസ്തുക്കളുടെ പ്രത്യേകത അതിലുള്ള ആറ്റങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ഒരു ഗ്യാപ്പ് ഉണ്ടായാലും ഒരു സൂചിക്കുത്തിൻ്റെ വ്യത്യാസം പോലും ഉണ്ടാവില്ല. അതാണ് അത് ഹാർഡാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഫലവും കിട്ടും. ആ തത്വമാണ് ദിദിജി എന്നൊരു കഥാപാത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഏറ്റവും ഹാർഡായ വജ്രത്തിന് ആ സ്വഭാവം കിട്ടാൻ കാരണം നമ്മുടെ എല്ലിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ പോലെയാണ്. വളരെ നീറ്റായിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ അതിൻ്റെ തന്തുക്കൾ അത്രയും നീറ്റായിരിക്കും. എല്ലാ തന്തുക്കളും ഒരേപോലെ ആയിട്ട് ക്രമീകരിച്ചുകൊണ്ടാണ്. ഒരു ദ്വാരം പോലും ഇല്ലാതെ ഒരു ചെറിയ സൂചിക്കുത്തിൻ്റെ സ്ഥലം പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതത്ര ഹാർഡ്. അതാണ് ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ. ആ ഡയമണ്ടാണ് ഹാർഡ് എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും ഹാർഡായ വസ്തു ഇന്ദ്രന് വേണം. ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിനകത്ത് പൊട്ടിച്ച് കൂട്ടി യോജിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് പൊട്ടിക്കട്ടിക്ക് അത്രയും ബലമുള്ള ഒരു ബലം പ്രയോഗിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ബലമുള്ള മുറിക്കാൻ ഏറ്റവും ഹാർഡായിട്ടുള്ള വസ്തു ഡയമണ്ടാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഡയമണ്ടിന് ആ പ്രത്യേകത കാണാൻ കാരണം നമ്മുടെ എല്ലിലെ തരത്തിലുള്ള അറേഞ്ച്മെൻ്റാണ്. ഈ തത്വമെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ആധുനിക സയൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, നാനോ ടെക്നോളജി എന്നെല്ലാം പറയുന്നത്. വളരെ നേട്ടഗതികൾ അവർക്ക് ബലം ഭയങ്കരമാണ്. കാരണം അത്രയും യൂണിഫോമായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ശാസ്ത്രതത്വത്തിലേക്കാണ് ഈ കഥയിലൂടെ വെളിച്ചം വീശുന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വകർമാവ് എന്നാണ് വിശ്വത്തിൻ്റെ എഞ്ചിനീയർ. അപ്പോൾ എഞ്ചിനീയർമാരാണല്ലോ ശാസ്ത്രജ്ഞന്മാർ, എഞ്ചിനീയർമാരെല്ലാം ഇങ്ങനത്തെ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഒരു ഹാർഡായ വസ്തു അല്ലെങ്കിൽ വളരെ ബലമുള്ള ഒരു വസ്തു ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെ സ്ട്രക്ചറലായിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കണം. യൂണിഫോമായിട്ട് ഒരു ദ്വാരോ കുത്തോ പൊട്ടോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ഹാർഡായിരിക്കും. അപ്പോൾ വിശ്വകർമാവ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അങ്ങേരാവിയ വജ്രായുധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാന്റെ തേജസ്സോടുകൂടി, അപ്പോൾ അദ്ദേഹം ഒരു ഭഗവാന്റെ നിലയിലേക്ക് ഉയർന്നു. ഈ വജ്രായുധം കിട്ടിയപ്പോൾ ഇത് ഏതിനെയും ഇടിച്ച് പൊളിച്ചിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ആദ്യം ഒരു ബോളുമാരി ആയല്ലോ, അതിലെ പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ്. അത് പൊട്ടിച്ചത് ഈ വജ്രായുധം വെച്ചാണ് പൊട്ടിച്ചതെന്നുള്ള നിലയിലാണ് പറയുന്നത്. അതൊരു കഥയിൽ വജ്രായുധം എന്നെല്ലാം പറഞ്ഞു, അവിടെ പൊട്ടിയത് വേറെ കാര്യങ്ങളാണ്. അത് പോട്ടെ. അപ്പൊ ഇന്ദ്രനാണ് ചെയ്യുന്നത്, വജ്രായുധം കൊണ്ട് പൊട്ടിച്ചു എന്ന് പറയുകയാണ്. കഥയിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഭഗവാന്റെ തേജസ്സോടുകൂടി ഋഷി സമൂഹങ്ങൾ, അപ്പോൾ ഋഷികളെല്ലാം അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി ഈ വജ്രായുധം ഉണ്ടാക്കിയത് കൊണ്ട്. എന്നിട്ടോ അദ്ദേഹം ഐരാവതത്തിൻ്റെ പുറത്ത് അങ്ങനെ പരിലസിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് അങ്ങനെ ശോഭിച്ച് വജ്രവും പിടിച്ച് വജ്രായുധവും പിടിച്ച് ഇരുന്നു. 15 അസുരന്മാരുടെ സൈന്യത്തലവനായ വൃത്രനെ അരിഞ്ഞു തള്ളുവാനുള്ള ക്രോധം മൂലം അവർക്ക് ഇന്ദ്രന് എന്താ ഉള്ളത്, ഇത് ഉപയോഗിച്ചിട്ട് ആ വൃത്രാസുരനെ വധിക്കണം എന്ന ഒരു താല്പര്യത്തോടു കൂടി ശ്രീരുദ്രൻ കാലനെ നേരിട്ടതുപോലെ, വേറൊരു കഥയിൽ ശ്രീരുദ്രൻ കാലനെ നേരിട്ട പോലെ അതേപോലെ നേരിടാൻ വേണ്ടിയിട്ട് ഈ വൃത്രാസുരന്റെ നേർക്ക് അദ്ദേഹം പാഞ്ഞെടുത്തു. എൻ്റെ പരാതി പറയുകയാണ്. അതിനെ തുടർന്ന് ഭയങ്കരമായ യുദ്ധം നടന്നു. എവിടെ വെച്ച്? നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച് ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ചു. അത് പണ്ട് ഒരു കാലത്ത് എന്ന് പറയുന്ന മാതിരി ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ, അതായത് പണ്ട് കാലത്ത് എന്നുള്ള അർത്ഥത്തിൽ എടുത്താണ്. നർമ്മദാ നദിയുടെ തീരത്ത് വെച്ചിട്ട് വൃത്രാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞിച്ചെന്നു. പനിയുടെ പാട്ടിൽ പറയാണ്, ആരെല്ലാം കൂടുതലുണ്ട്? രുദ്രനുണ്ട്, വസുക്കളുണ്ട്, ആദിത്യനുണ്ട്, അശ്വിനികളുണ്ട്, പിതൃക്കളുണ്ട്, മരുത്തുക്കള്,
വിശ്വദേവന്മാരുമായി അദ്ദേഹത്തിന്റെ ഗാംഭീര്യമായത് കാന്തിയോടെ ആര് ഈ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ വജ്രായുധവുമായി നിൽക്കുകയാണ്. ഇവരോടെല്ലാം ചുറ്റപ്പടി ദേവന്മാരുമെല്ലാം നടുവിലെ നേതാവായിട്ട് രാജാവല്ലേ ദേവന്മാരുടെ. ഈ വജ്രായുധം എടുത്തിട്ട് ഇങ്ങനെ കാന്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ വൃത്രന്റെ പ്രമുഖര്, വൃത്രാസുരന്റെ കൂടെയുള്ള പ്രമുഖരായ അസുരന്മാർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അവരും കൂട്ടായിട്ട് തന്നെയാണ്. ആരെല്ലാം? 19-20 നമ്പുജി, ശമ്പരൻ, അനർവാവ്, ദ്വാശിരസ്, ഋഷഭൻ, അംബരൻ, ഹയഗ്രീവൻ എന്നീ പ്രമുഖന്മാരോടും മറ്റു ആയിരക്കണക്കിനുള്ള നിധിയുടെയും ധനുവിന്റെയും സന്തതികളോടെല്ലാം കൂടി ചേർന്നിട്ട് സന്തതികളായ രാക്ഷസന്മാരും യക്ഷന്മാരും ഇങ്ങനെ മോശം സംഗതികളെല്ലാം ഇപ്പുറത്തെ ഭാഗത്തും നിന്നുകൊണ്ട്, അത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് 21 മുതൽ 23 വരെയുള്ളതിൽ പറയുന്നു, സുമാലി മാലി മറ്റുള്ളവരോട് കൂടി സ്വർണ്ണ പടക്കോപ്പുകളുമായി, സ്വർണ്ണെല്ലാം പതിപ്പിച്ച പടക്കോപ്പുകളുമായി അഹങ്കാരത്തോടുകൂടി സിംഹഗർജനത്തോടുകൂടി അവരെ സമീപിച്ചു. അവരുടെ കൈമേലെന്തെല്ലാം ഉള്ളത്? പുത്തം, ബാണം, ഇരുമ്പുലക്ക, വാള് എന്നിവയെല്ലാം ഇതെല്ലാം കൂടിയാണ് അവര് വരുന്നത്. അവരെന്ത് ചെയ്ത്? കൂടാതെ മുൾത്തടികളും ഉള്ളുള്ള കൊമ്പുള്ള തടികളും എല്ലാം വഹിച്ചുകൊണ്ടാണ് അവർ വന്നത്. ദേവന്മാരുടെ നേരെ അതെല്ലാം ചെറിയാൻ തുടങ്ങി. അമ്പുകളും ശരങ്ങളും എല്ലാം അവർ നേരെ എറിയാൻ തുടങ്ങി. അപ്പൊ 24 ഈ ശരനിരകൾ 4 ഭാഗത്തുനിന്നും ദേവകളെ മൂടിയപ്പോൾ, അപ്പൊ ദേവകളെ 4 ഭാഗത്തുനിന്നും മൂടിയപ്പോൾ എങ്ങനെയാണത് കണ്ടത് എന്ന് വെച്ചാൽ, ഈ ഗ്രഹങ്ങളെയെല്ലാം സൂര്യനെയും ചന്ദ്രനെയും എല്ലാം മേഘം മൂടിയ മാതിരിയാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തോന്നി എന്ന് പറയണം. അത്രയും ശരങ്ങൾ ചുറ്റും നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ 25 കൈക്കരുത്തുള്ള ദേവന്മാരാൽ ആകാശത്ത് വെച്ച് അവർ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് അസ്ത്രങ്ങളെ കൊണ്ട് തന്നെ ഇവയെല്ലാം ഛേദിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. അവർ അയച്ചതിനെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഛേദിച്ചു. അതുകൊണ്ട് അവർക്കൊരു മുറിവും പറ്റിയില്ല. ഇനി 26 പറയാണ്, അതിനുശേഷം അത്തരം അസ്ത്രങ്ങൾ ഇല്ലാതായപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മരങ്ങളെ പിഴുതെടുത്തിട്ടും മരങ്ങളുടെ കമ്പെടുത്തിട്ടും കല്ലുകളെല്ലാം പൊറുക്കിയിട്ട് അവരുടെ നേരെ എറിയാൻ തുടങ്ങി. പാറക്കല്ലുകളെല്ലാം പിരിച്ച് ഇവരുടെ നേരെ എറിയാൻ തുടങ്ങി. അത് കണ്ട് ദേവസൈന്യം എന്ത് ചെയ്തു? അതിനെ തടുത്തു. അവരുടെ അസ്ത്രങ്ങൾ കൊണ്ട് ഇവരെയെല്ലാം മുറിച്ചു തള്ളി. ഇങ്ങനെ അയച്ചതിനെയെല്ലാം അവർ അസ്ത്രങ്ങളെ കൊണ്ട് ഇല്ലാതാക്കി. ഇങ്ങനെ 27 പറയാണ്, ആ ദേവന്മാർക്ക് ഒരു പരിക്കും ഏൽക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ, അപ്പൊ അവരെല്ലാം ഒരു പരിക്കും ഏൽക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വൃത്രാസുരന്റെ നേതൃത്വത്തിലുള്ള അസുരന്മാരെല്ലാം ഭയന്നുപോയി. നമ്മൾ ഇത്രയും ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ട് ഇവന്മാർ കേസുന്നില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? 28 പറയുകയാണ്, ഭഗവാൻ അനുകൂലമായി നിൽക്കുന്ന ദേവന്മാർ. ഈ ദേവന്മാരുടെ പക്ഷത്താണ് ആരുള്ളത്? ഭഗവാനുള്ളത്. ഭഗവാൻ തന്നെയാണല്ലോ വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ വജ്രായുധമായിട്ട് പോകാൻ പറഞ്ഞത്. അപ്പൊ ദേവന്മാരാരുടെ കൂടെയാണ്? അല്ല, ഭഗവാൻ ആരുടെ കൂടെയാണ്? ദേവന്മാരുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? അസുരന്മാർ അടിക്കടി പ്രയോഗിച്ച എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായത്. ഈശ്വരൻ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് ആ ഭാഗത്താണ് ജയിക്കുക. അതായത് വിഷ്ണു എങ്ങനെയാണോ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് പോവുകയാണ്, അതോട് ചേർന്ന് നിൽക്കുന്നവരാണ് ദേവന്മാർ. അപ്പൊ അവർക്കൊരിക്കലും തോൽവി ഉണ്ടാവില്ല. എനിക്ക് എന്ന സ്വാർത്ഥത കൊണ്ട് നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് തോൽവി പറ്റുന്നത്. അല്ലാതെ ലോക പുരോഗതിക്ക് വേണ്ടി നമുക്കൊന്നും വേണ്ടിയല്ല. ലോക പുരോഗതിക്ക് വേണ്ടി നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവർക്ക് ഈശ്വരന്റെ വഴിയിലാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ പ്രൊട്ടക്ട് ചെയ്തോളൂ. മറ്റുള്ളവരെയോ? മറ്റുള്ളവരുടെ കാര്യം എന്താണ്? അല്പന്മാർ പ്രയോഗിക്കുന്ന പരുഷ ഭാഷകൾ പോലെ നിഷ്ഫലമാണ്. ഈ അല്പന്മാരാണ് പരുഷ ഭാഷകളെല്ലാം ഉപയോഗിക്കുക. അത് നമ്മൾ കണ്ടാൽ മതി.
യൂട്യൂബിലെല്ലാം ഈ അല്പന്മാരായ ആൾക്കാർ വെറുതെ അതിനകത്ത് കൊണ്ട് വായോട്ട് ഇങ്ങനെ പുലഭ്യം പറയും, തെറി പറയുകയും ചെയ്യും, ചിലപ്പോൾ പരിഹസിക്കുകയും ചെയ്യും, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയും. യൂട്യൂബ് തുറന്നാൽ മതി, അതെല്ലാം അല്പന്മാരാണ് എന്താണ് പറയുന്നത്. ഇങ്ങനെ പറയും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? ഒരു ചുക്കുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള അല്പന്മാരുടെ അത്തരം പ്രഭാഷണങ്ങൾ നിഷ്ഫലമാകുന്നത് പോലെ ദൈവം, ആ ഈശ്വരൻ, ഭഗവാൻ ആരുടെ കൂടെയാണ് ഉള്ളത് അവർ വിജയിക്കും. ഭഗവാൻ ആരുടെ കൂടെയാണ് നിൽക്കുക? ഭഗവാൻ എന്തൊരു ലോകമാണ് ഉണ്ടാക്കുവാൻ? ഒരു സുന്ദരമായ വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അകത്തെ പോലെ ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരു കുടുംബത്തിലെ പോലെ എല്ലാ ജ്ഞാനവും തെളിഞ്ഞുകൊണ്ടുള്ള ഒരു ലോകമാണ് അവസാനം, കലിയുഗത്തിന്റെ അവസാനം ഉണ്ടാകുന്നത്. അതുണ്ടാക്കാൻ വേണ്ടിയാണ് കാലം ശ്രമിക്കുന്നത്, എല്ലാ ജ്ഞാനവും തെളിഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുന്നവരുടെ പക്ഷത്ത് ഈശ്വരൻ ഉണ്ടാക്കാൻ, ഈശ്വരന് വേണ്ടിയിട്ടാണ് അവർ ലോകം ഉണ്ടാക്കുന്ന പ്രവൃത്തി ഏർപ്പെടുന്നത്. അപ്പൊ അവരുടെ പക്ഷത്തായിരിക്കും ഈശ്വരൻ. അതാണ് രജോ ഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ കാലത്തെ പിന്നോട്ടേക്ക്, അങ്ങനെ മുന്നോട്ടേക്ക് പുരോഗമിക്കുമെന്ന് നമുക്ക് പഴയ ഗോത്ര കാലഘട്ടത്തിലേക്ക് പോയ അവധി എന്ന് പറയുന്നവരാണ് അസുരന്മാരും തമോ ഗുണക്കാരും. എന്നിട്ട് പറയാണ്, ഇരുപത്തിനാല്, മഹാവിഷ്ണുവിന്റെ ഭക്തി ഇല്ലാത്തവരായ അസുരന്മാർക്കെന്നില്ല മഹാവ് വിഷ്ണുവോട് താല്പര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ സ്വാർത്ഥതയാണ് താല്പര്യം. തങ്ങളുടെ പ്രയത്നം നിഷ്ഫലമായതായി കണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യുദ്ധക്കളത്തിൽ നേതാവിനെ കൈവിട്ടിട്ട് ഓടിപ്പോയി. യുദ്ധക്കളത്തിലെ നേതാവിനെ വിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം അവരുടെ തടി രക്ഷപ്പെട്ടു, രാക്ഷസന്മാരെല്ലാം. അപ്പോൾ ഇത് കണ്ട മനക്കരുത്തുള്ള പരാക്രമിയായ വൃത്രൻ നല്ല ധീരനാണ്, യോദ്ധാവാണ്. അദ്ദേഹം നമ്മളെ ശിഷ്യന്മാരെല്ലാം ഓടുന്ന കണ്ടപ്പോൾ, പട്ടാളക്കാരെല്ലാം ഓടുന്ന കണ്ടപ്പോൾ, സിൽബന്ധികളെല്ലാം ഓടുന്ന കണ്ടപ്പോൾ അനുയായികളായ അസുരന്മാർ ഓടിപ്പോകുന്നത് കണ്ട് എങ്ങനെ ഓടിപ്പോകുന്നു? കഠിനമായ ഭീതിയാൽ പേടിച്ച് ഉറച്ച് പാഞ്ഞകലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയാണ് വന്നത്. അദ്ദേഹം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന അങ്ങേരുടെ പക്ഷത്തുള്ള ബാക്കിയുള്ളവരോട് പറഞ്ഞു. ആരെല്ലാം ബാക്കിയുള്ളവര്? 31. അല്ലയോ നമ്പൂച്ചി, പുലോമാവേ, അനവാവേ, വിപ്രജിറ്റി, നിങ്ങൾ കേൾക്കുക. ബാക്കി നിൽക്കുന്ന നമ്പൂജിയോട് വിപ്രജിത്തിയോട് പറഞ്ഞ് പുലമാവോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുക. 32, ജനിച്ചവർ മരിക്കും. നമ്മളെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചേ പറ്റൂ, ഇതല്ലെങ്കിൽ നാളെ മരിച്ചേ പറ്റൂ. ലോകത്തിൽ ഇതിന് ഒരു പ്രതിവിധിയുമില്ല, മരണത്തെ മറികടക്കാനുള്ള ഒരു പ്രതിവിധിയുമില്ല. ഇപ്പൊ പണ്ട് നമ്മൾ പറഞ്ഞ ഓർക്കണം, അഗ്നിവിദ്യയിലൂടെ സൂര്യന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ മരണമില്ലാതെ. പക്ഷേ മരണമില്ലാതെയല്ല, അവന്റെ വളർച്ചയാണ് മുരടിക്കും. അത് കഴിഞ്ഞിട്ട് ലോകം നശിക്കുമ്പോൾ അവനും പോയി നശിക്കും, നശിച്ചല്ലേ പറ്റും. ബാക്കിയുള്ള സമയം വരെ അങ്ങനെ അങ്ങ് കിടക്കും. പക്ഷെ ഒരു നാൾ മരണം എന്തായാലും ഉറപ്പാണ്. അതിനാൽ പുണ്യലോകവും കീർത്തിയും പ്രതീക്ഷിക്കുന്ന ആരും അപ്പോൾ ഒരു കാലം മരിക്കും, മരണത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു പ്രതിവിധിയുമില്ല. അതുകൊണ്ട് പുണ്യലോകവും കീർത്തിയും പ്രതീക്ഷിക്കുന്ന ആരും എന്ത് തന്നെ ആ ശരീരത്തെ അങ്ങനെ സംരക്ഷിച്ചു വെക്കാൻ തയ്യാറാവില്ല. അങ്ങനെ പേടിച്ചിട്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവില്ല. അപ്പോൾ യുദ്ധക്കളത്തിൽ കീർത്തിയും, ഒരു യുദ്ധക്കളത്തിൽ വെച്ച് കീർത്തിയും പുണ്യലോകവും കിട്ടുമെന്ന് ധീരമായി യുദ്ധം ചെയ്തിട്ട് ആ കുരുക്ഷേത്രത്തിലെ ധർമ്മക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്തിട്ട് മരിച്ചാലും, ധീരമായ തന്റെ ആശയത്തിന് വേണ്ടി ധീരമായിട്ട് പൊരുതി മരിക്കുന്നവർക്ക് കീർത്തിയും പുണ്യലോകവും ലഭിക്കുന്നു. അതിൽ താല്പര്യമില്ലാത്തവരെന്ത് ചെയ്യും? പേടിച്ചിട്ട്
ശരീരം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവും. പക്ഷേ അവർക്കും മരണം ഒരു ദിവസം മരണം സംഭവിച്ചാലേ സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണ് 33 പഞ്ചപ്രാണങ്ങളെ ഒതുക്കി. ഇപ്പൊ സന്യാസിമാരെന്താ ചെയ്യുന്നത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഈ ഭൗതിക ലോകത്തിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ശരീരത്തെ വെടിഞ്ഞിട്ട് ഈ ലോകത്തെ എല്ലാം വിരക്തി വന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം പ്രാണങ്ങളെയെല്ലാം ഒതുക്കിയിട്ട് യോഗാഭ്യാസത്തിലൂടെ ശ്രദ്ധ മുഴുവൻ ബ്രഹ്മത്തിൽ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് ശരീരത്തെ എന്ത് ചെയ്യും? കൈവെടിയും. ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ ശരീരത്തെ കൈവെടിയും. അതൊരു വിഭാഗം. അല്ലെങ്കിൽ പോർക്കളത്തിൽ നിന്നും ഒളിച്ചോടാതെ അവിടെ വെച്ചിട്ട് ധീരമായ ശരീരം മരണത്തെ യുദ്ധത്തിൽ വെച്ചാണെങ്കിൽ മരണത്തെ നേരിടും. അങ്ങനെയും മരണം നേടുക. ഇങ്ങനെ 2 തരത്തിലുള്ള മരണം വളരെ പ്രയാസമുള്ളതായിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് 2 മരണമാണ്, പ്രയാസമുള്ളതാണ്, പക്ഷേ വളരെ ശ്രേഷ്ഠവുമാണ്. ഒന്നേതാണ്? ഈ ജീവിതത്തിൽ വിരക്തി വന്നിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ശരീരം അടക്കം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിക്കുക. അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് ധീരമായി ഒളിച്ചോടാതെ മരണം വരിക്കുക. ഇത് രണ്ടും പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈ കഥയിലൂടെ. അതേപോലെ തന്നെ ഏറ്റവും ഹാർഡായ വസ്തു വജ്രമാണെന്നും അത് ഹാർഡാകാൻ കാരണം എല്ലിലെ പോലെ അതിലെ തന്മാത്രകളെല്ലാം വളരെ വളരെ നീറ്റായിട്ടാണ് എറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അത് കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതിലെ ആറ്റങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി എറേഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് അത് ഏറ്റവും അങ്ങനെയുള്ള ഹാർഡായ വസ്തുവാണ് ഡയമണ്ട്. ആ ജ്ഞാനമാണ് ഇവിടെ കൈമാറുന്നത്. അല്ലാതെ എല്ലിൽ നിന്ന് വജ്രം ഉണ്ടാക്കാനൊന്നും പറ്റൂല. എല്ലിൽ നിന്നും വജ്രത്തിൻ്റെ ഇൻ്റേണൽ സ്ട്രക്ചർ എന്താണെന്നും എന്തുകൊണ്ടാണ് അതിന് ആ ഹാർഡ്നെസ് കിട്ടുന്നത് എന്നെല്ലാം മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്.